PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റിങ്ങിൽ നിന്നും മാർജിനൽ കോസ്റ്റിംഗ് ആണ്. അതിൽ CVP അനാലിസിസ്, അതിൽ തന്നെ കോൺട്രിബ്യൂഷൻ, PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി, ബ്രേക്ക് ഈവൻ പോയിന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ CSEB ജൂനിയർ ക്ലർക്ക് സിലബസ് വൈസ് ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് നോക്കാം മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ കോസ്റ്റ് ഈസ് ആൻ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് വൺ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 100 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ടോട്ടൽ കോസ്റ്റ് 2000 രൂപയാണെങ്കിൽ 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് 2020 രൂപയാണ്. ഇവിടെ വ്യത്യാസം വന്ന ആ 20 രൂപയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഈസ് ആൻ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റും വേരിയബിൾ ഓവർഹെഡും കൂടെ കൂട്ടുമ്പോഴാണ് മാർജിനൽ കോസ്റ്റ് കിട്ടുന്നത്. മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. Marginal cost is the variable cost comprising prime cost and variable overhead. നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. ആ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ വേരിയബിൾ ഓവർഹെഡും കൂടെ കൂട്ടുമ്പോഴാണ് മാർജിനൽ കോസ്റ്റ് കിട്ടുന്നത്. മാർജിനൽ കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റ് എന്നും പറയാറുണ്ട്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടെക്നിക് വെയർ ബൈ മാർജിനൽ കോസ്റ്റ് ആർ അസർട്ടൈൻഡ്. മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. CIMA ലണ്ടൻ മാർജിനൽ കോസ്റ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ദ എഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ബൈ ഡിഫറൻഷ്യേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിങ്ങിൽ ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ 2 കോസ്റ്റായിട്ട് തരംതിരിക്കുന്നു. പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. ലാസ്റ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വെയർ കോസ്റ്റ് ആർ സെപ്പറേറ്റഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ ആൻഡ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എന്താണെന്ന് നമുക്കറിയാം. ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. വേരിയസ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷനിൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ്. അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആവാത്ത കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിനെയാണ് പീരിയഡ് കോസ്റ്റ് അല്ലെങ്കിൽ ടേം കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ചേഞ്ച് ആവാത്ത കോസ്റ്റുകളാണ്. എന്നാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് ആസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആൻഡ് ഇൻക്രീസസ് ആസ് പ്രൊഡക്ഷൻ ഡിക്ലൈൻസ്. ശ്രദ്ധിക്കണം, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കുറയുന്നു, അതുപോലെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് കൂടുന്നു. ഫിക്സഡ് കോസ്റ്റ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആവാത്ത കോസ്റ്റുകളാണ്. എന്നാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കൂടുമ്പം കുറയുകയും പ്രൊഡക്ഷൻ കുറയുമ്പം കൂടുകയും ചെയ്യുന്നു. ഫിക്സഡ് കോസ്റ്റിന് ഉദാഹരണങ്ങളാണ് റെൻറ്റ്, ഇൻഷുറൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ഫാക്ടറി മാനേജേഴ്സ് സാലറി, ഇവയൊക്കെ. പിന്നെ വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വേരി അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്ന കോസ്റ്റുകളാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ടു പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ചേഞ്ച്. പ്രൊഡക്ഷൻ യൂണിറ്റ് ചേഞ്ച് ആയാലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റിന് ഉദാഹരണങ്ങളാണ് റോ മെറ്റീരിയൽസ്, വേജസ്, പവേഴ്സ് ഇതെല്ലാം.
ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എന്താണ് നമ്മൾ പഠിച്ചു. അപ്പം മാർജിനൽ കോസ്റ്റിങ്ങിൽ ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അവസാനം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുന്നു. അടുത്തത് CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. The CVP analysis is a technique for studying the relationship between cost, volume and profit. കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ് ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് CVP അനാലിസിസ്. ഒരു പ്രോഡക്റ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റിനെയും കോസ്റ്റിനെയും അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് CVP അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പല ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് മെയിനായും അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ, വോളിയം ഓഫ് സെയിൽസ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് എന്നിവയാണ്. എന്നാൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് മെയിനായിട്ടും ആശ്രയിക്കുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ് മിക്സ്, ഇൻറ്റേർണൽ എഫിഷ്യൻസി, സൈസ് ഓഫ് പ്ലാന്റ് ഇവയൊക്കെയാണ്. Volume of sales depends upon the volume of production, which in turn is related to cost. അതുകൊണ്ട് പ്രോഫിറ്റ്, കോസ്റ്റ്, സെയിൽസ് ഈ മൂന്ന് ഘടകങ്ങളും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ആസ് പ്രൈസ് ഓർ കോസ്റ്റ് ചേഞ്ചസ് അപ്പോൺ പ്രോഫിറ്റ് ആർ അഫക്റ്റഡ് ബൈ ദ ഇൻ്റർപ്ലേ ഓഫ് കോസ്റ്റ് ആൻഡ് വോളിയം. CVP അനാലിസിസ് നടത്തുമ്പോൾ ചില കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചില ടേമുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസും വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റിന് പകരം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റും വേരിയബിൾ ഓവർഹെഡും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. മാർജിനൽ കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ S-V. കോൺട്രിബ്യൂഷൻ കിട്ടുന്നതിന് ഒന്നുകിൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താലും നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഓർ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് കാണേണ്ടതെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇഫ് ദ കോൺട്രിബ്യൂഷൻ ഈസ് മോർ ദാൻ ഫിക്സഡ് കോസ്റ്റ് ദ ബിസിനസ് ഈസ് സെറ്റ് ടു മേക്ക് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പ്രോഫിറ്റാണ്. കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ അത് ലോസ് ആണ്. ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ദ ബിസിനസ് ഈസ് സെറ്റ് ടു ബി അറ്റ് ബ്രേക്ക് ഈവൻ. കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആവുന്ന കേസ് അതാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും ഈക്വൽ ആയിരിക്കും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് PV റേഷ്യോ. അടുത്ത ടേമാണ് PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഓർ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ. PV റേഷ്യോ മീൻസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പ്രോഫിറ്റ് വോളിയം റേഷ്യോയുടെ മറ്റൊരു പേരാണ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ. ഈ പേരിൽ തന്നെ നമുക്ക് ഇക്വേഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്. അപ്പോൾ PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, C/S ഇൻറ്റു 100. അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ്. വോളിയം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അപ്പം കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്. ഇങ്ങനെയാണ് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വോളിയം ഓഫ് സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത് PV റേഷ്യോ ആണ്. എ ഹയർ PV റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹൈ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലോവർ PV റേഷ്യോ ഷോസ് എ ലെസർ പ്രോഫിറ്റബിലിറ്റി. ഹയർ PV റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ പ്രോഫിറ്റബിലിറ്റിയാണ്. അതുപോലെ ലോവർ PV റേഷ്യോ ആണെങ്കിൽ ലെസർ പ്രോഫിറ്റബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. CVP അനാലിസിസിലെ മറ്റൊരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ദാറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി വെയർ ടോട്ടൽ കോസ്റ്റ് ഈക്വൽസ് സെല്ലിംഗ് പ്രൈസ്.
ടോട്ടൽ കോസ്റ്റ് സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ ആവുന്ന ലെവൽ ഓഫ് ആക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് നടത്തുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് പ്രോഫിറ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയും അതുപോലെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് സെറ്റിംഗ് അപ്പ് ചെയ്യുന്നതിനും ഒക്കെ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ പെർഫോമൻസ് ഇവാലുവേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദാറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി വെയർ സെയിൽസ് റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. സെയിൽസ് ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആവുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ്. ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ സെയിൽസിന് ഈക്വൽ ആവുന്ന പോയിന്റാണ്. അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് which evenly breaks the cost and revenue. At this point, contribution equals the fixed cost. അപ്പം ബ്രേക്ക് ഈവൻ പോയിന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷന് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് സെയിൽസിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷന് ഈക്വൽ ആയിരിക്കും. If production or sales is increased beyond this level, profit shall accrue to the business, and if it is decreased below this level, loss shall be suffered. ഈ പോയിന്റിന് അപ്പുറത്തേക്ക് സെയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഇതിൽ താഴേക്ക് വരികയാണെങ്കിൽ, ഈ പോയിന്റിന് താഴേക്ക് വരികയാണെങ്കിൽ അത് നഷ്ടമായിരിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനുള്ള ഫോർമുലയാണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള ബന്ധമാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണിക്കുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഫോർമുലയാണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റിൽ കാണാനുള്ള ഫോർമുലയാണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് കാണുന്നതിന് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. PV റേഷ്യോ നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെയാണ് PV റേഷ്യോ കിട്ടുന്നത്. ഫിക്സഡ് കോസ്റ്റിനെ PV റേഷ്യോ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടുന്നത്. അറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രോഫിറ്റ് ഈസ് 0. നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ കോസ്റ്റും സെയിൽസും ഈക്വൽ ആയിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റിൽ, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും ഈക്വൽ ആയിരിക്കും. അവിടെ പ്രോഫിറ്റ് ഇല്ല. ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അടുത്തത് മാർജിൻ ഓഫ് സേഫ്റ്റി. ടോട്ടൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറയ്ക്കുമ്പോഴാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസ് കാണുന്നതിനുള്ള ഫോർമുല നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റിനെ PV റേഷ്യോ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടുന്നത്. ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് ടോട്ടൽ സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നു. അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് 3 ഉണ്ട്. ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്, അല്ലെങ്കിൽ പ്രോഫിറ്റും PV റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. സെയിൽസ് 1,00,000 തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് 60,000, ഫിക്സഡ് കോസ്റ്റ് 30,000. ഇതിൽ നിന്നും PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണം. ആദ്യം PV റേഷ്യോ കണ്ടുപിടിക്കാം. PV റേഷ്യോ ഇക്വേഷൻ നമുക്കറിയാം, C/S കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേ കോൺട്രിബ്യൂഷൻ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നതാണ് നമുക്കറിയാം. അപ്പോൾ സെയിൽസ് 1,00,000 മൈനസ് വേരിയബിൾ കോസ്റ്റ് 60,000. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40,000 ആണ്. സെയിൽസ് 1,00,000 ആണ്. അപ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 100. ഉത്തരം 40%, 40% കിട്ടും. അതാണ് PV റേഷ്യോ. അടുത്തത് ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. ഇക്വേഷൻ നമുക്കറിയാം, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് 30,000 ആണെന്ന് തന്നിട്ടുണ്ട്. PV റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 40%. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 40%, അത് 75,000 എന്ന് കിട്ടി. ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് 75,000 ആണ്. അടുത്തത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി കാണുന്നതിനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. സെയിൽസ് 1,00,000
മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 75,000. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 25,000. 1,00,000 മൈനസ് 75,000 ഈസ് ഈക്വൽ ടു 25,000. അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്താണെന്നും PV റേഷ്യോ എന്താണെന്നും ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്താണെന്നും മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മാർജിനൽ കോസ്റ്റും മാർജിനൽ കോസ്റ്റിങ്ങും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.